എവിടെയോ കിടക്കുന്ന ചെഗുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു, ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം. ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ, ശ്രീ മുകേഷ്, ഒപ്പം ഞാനുമുണ്ട്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, തമാശകൾ പറഞ്ഞു, കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ച് പിരിയുന്നു. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന 3 പേരും തമ്മിൽ എന്തിനാണ് അടികൂടുന്നത്? ഞങ്ങൾ ആരും വരില്ല ഈ സഹായം. നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം, ഈ കലാലയ ജീവിതത്തിൽ ഇപ്പം പരിക്കേറ്റ് കണ്ണിന് വല്ലതും പരിക്ക് പറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ. ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ. ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. ഇതിനകത്ത് SFIക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ? ഇല്ല. KSUക്കാരുണ്ടോ? ഇല്ല. കാരണം എൻ്റെ മക്കൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നത് പോലും എനിക്കറിയില്ല. ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കുക മക്കളെ. ഒരിക്കലും ഈ അടിയും ഇടിയും കൊണ്ട് നടക്കില്ല. പിന്നെ തടയുന്നത് ഈ കോളേജിനകത്ത്, ഇത് ഭാരതത്തിനകത്ത്, കേരളത്തിനകത്ത്, കൊല്ലത്തകത്ത് കോളേജാണ്. ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? ഇല്ല. ഇവിടുത്തെ മറ്റ് 2 സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രീ മുകേഷ്, അദ്ദേഹം 2 തവണ വന്നു പോയിരിക്കുന്നു. ഏതെങ്കിലും ABVPക്കാർ തടഞ്ഞിട്ടുണ്ടോ? തടയാൻ മനസ്സിലാഗ്രഹമുണ്ടെങ്കിൽ തടയരുത്. അവരെ സ്വീകരിക്കാൻ പോലും നമ്മളിവിടെ കൂടെ നിന്നേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും സ്വീകരിച്ചൊരു രാജ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ SFI മക്കളോട് പറയാം, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം. ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും, ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ. ഈ കോളേജിൽ എന്നെ തടയുന്നു. എവിടെയോ കിടക്കുന്ന ചെഗുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു, ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത്? മക്കളെ, ഒന്നുകൂടി ആലോചിക്കണം. നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പ്രായം പോലും ഇല്ല. നിങ്ങളെല്ലാം 16-17 വയസ്സായിരിക്കണം, അല്ലെങ്കിൽ 18-20 ആയിരിക്കണം. എനിക്ക് 55 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. 55 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് കണ്ടതാണ്. എൻ്റെ അച്ഛനും അമ്മയും, അതായത് മുൻ തലമുറ, ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടു പോയവരാണ്. നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന്. അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയും പറയുന്നത് എന്താണ്? വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ്. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ നിങ്ങൾക്ക് നേടിത്തരും. മോഡിജിയുടെ ഗ്യാരണ്ടി, കൂടെയുണ്ട് കൃഷ്ണകുമാർ. ഈ IITയിൽ നിങ്ങൾ പഠിക്കുന്നു. നിങ്ങളുടെ ഭാവി എന്താണ്? നിങ്ങൾക്കൊരു ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഈ കൊല്ലത്തോ പരിസരത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ? നിങ്ങൾക്ക് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകണം, ആന്ധ്രയിൽ പോകണം. നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന UPയിലോട്ടും ഗുജറാത്തിലോട്ടും ഇനി പോകേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ആ നാട് വികസനത്തിന്റെ പാതയിലും നമ്മൾ മുരടിപ്പിന്റെ പാതയിലുമാണ്. 40ഓളം കൊല്ലം, 4 ദശാബ്ദങ്ങൾ ഇവിടെ അടഞ്ഞു കിടന്ന ബൈപ്പാസ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം മാത്രമാണ് അതിന്റെ പണി ആരംഭിച്ചത്. ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പദ്ധതി നടക്കുന്നു, 383 കോടി രൂപയുടെ. അത് ഇവിടുത്തെ MP പറയുന്നു MPയുടെ ക്രെഡിറ്റിലാണെന്ന്. ഒന്ന് ചോദിച്ചോട്ടെ, ഒരു MPയുടെ ഫണ്ട് ഒരു കൊല്ലത്തിൽ 5 കോടി മാത്രമാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള 350 എവിടെ നിന്ന് വരുന്നു? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.